എല്ലാവർക്കും കോട്ടയം ഫുഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കാട ഫ്രൈ തയ്യാറാക്കുന്നതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി കാട കഴുകി വൃത്തിയാക്കിയ ശേഷം മാരിനേറ്റ് ചെയ്യാനായി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഒരു മുട്ടയും ചേർത്ത് കാടയിലേക്ക് മസാലയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കണം. കാട നല്ല ക്രിസ്പിയായി കിട്ടാനായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ നന്നായി പുരട്ടിയ ശേഷം കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇത് മാറ്റിവെക്കണം. 2 മണിക്കൂറിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് കാട ഓരോന്നായിട്ട് മീഡിയം തീയിൽ ഓരോ വശവും 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. കാട തിരിച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ ഫ്രൈ ചെയ്യണം. ഒരു 2 മിനിറ്റിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചതച്ചതും ചതച്ച വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. കാട നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് മാറ്റി ചെറിയ ചൂടോടെ സെർവ് ചെയ്യാം. സ്വാദിഷ്ടമായ കാട ഫ്രൈ റെഡി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.